SFI പ്രതിഷേധം പുരോഗമിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചാൻസലറായ ഗവർണർ യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന സമരം പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറെ മുട്ടുകുത്തിക്കില്ലെന്ന SFIയുടെ വെല്ലുവിളി. ഈ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താമസിച്ച ഗവർണർ ഇന്ന് ഗവർണർക്കെതിരെയുള്ള പോസ്റ്ററുകൾ നീക്കി SFIയെ വെല്ലുവിളിച്ച് വീണ്ടും ഗവർണർ പോസ്റ്റർ മാറ്റിച്ച ഗവർണറെ വെല്ലുവിളിച്ച് വീണ്ടും പോസ്റ്ററുകൾ ഉയർത്തി SFIയുടെ വെല്ലുവിളി. അങ്ങനെ വെല്ലുവിളിയും മറുവെല്ലുവിളിയുമായ പ്രതിഷേധം അങ്ങനെ മറ്റൊരു അവസ്ഥയിലേക്ക്, മറ്റൊരു മുഖത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറുടെ ചിത്രം വരച്ചുകൊണ്ട് ഈ മാലിന്യം ഇവിടെ തുപ്പരുതെന്ന ഹാഷ്ടാഗോടുകൂടി ആ ഫ്ലക്സ് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധക്കാർ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏകദേശം 7 മണിക്ക് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തിരിച്ചെത്തുന്നു. അവിടെ ഗവർണർക്കെതിരെ ഉയർന്ന ബാനറുകൾ എടുത്തു നീക്കാൻ ഉത്തരവിടുന്നു. ഈ ബാനറുകൾ എടുത്തു മാറ്റുന്നതിന് പിന്നാലെ സംഘടിച്ചെത്തിയ SFI പ്രവർത്തകർ എടുത്തു മാറ്റിയ ബാനറിന് പകരം അതേ വരികൾ ലിഖിതപ്പെടുത്തിയ മറ്റനേകം പോസ്റ്ററുകളും ബാനറുകളും അവിടെ കെട്ടി ഉയർത്തുന്നു. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ മുദ്രാവാക്യങ്ങളെ റോഡിൽ എഴുതുന്നു, ചിത്രങ്ങൾ വരക്കുന്നു, പോസ്റ്ററുകൾ അത് എഴുതി വെക്കുന്നു. അങ്ങനെ പ്രതിഷേധം മാറുകയാണ്. സമീർ ബിൻ കരീം ചേർന്നു. സമീർ സി മുഹമ്മദ് ചേർന്നു. സമീർ, നേരത്തെ ചെറിയൊരു അഴവ് ഈ ഒരു പ്രതിഷേധത്തിനുണ്ടായിരുന്നു. സർഗാത്മക തലത്തിൽ പ്രതിഷേധം മാറ്റിയൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഗവർണർക്കെതിരെ പാട്ടുപാടിയും ചിത്രം വരച്ചും ഇപ്പോൾ മുദ്രാവാക്യം ഉയർത്തിയതിന്റെ ഫേസ് മറ്റൊരു ഗിയറിലേക്ക് മാറ്റുകയാണോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? സുഹൈല്, നേരത്തെ ഒരേയിടത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രതിഷേധത്തിന് മാറ്റം വന്നിരിക്കുന്നു. അവിടെ ഉണ്ടാക്കിയിരുന്ന ആ കാരിക്കേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പസ് ചുറ്റുകയാണ് വിദ്യാർത്ഥികൾ. SFI പ്രവർത്തകർ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ എത്തുകയാണ്. നേരത്തെ അതിന്റെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിർത്തിയ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് മാത്രമായിരുന്നു പ്രതിഷേധം. പക്ഷേ ഇപ്പോൾ ക്യാമ്പസിന്റെ അകത്തേക്ക് മറ്റിടങ്ങളിലേക്ക് കൂടി പ്രതിഷേധം വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഒപ്പം തന്നെ ഹോസ്റ്റലിന്റെ ഭാഗം ഉൾപ്പെടെ ക്യാന്റീന്റെ ഭാഗത്തേക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നു. ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുന്നു. ഈ മാലിന്യം ഇവിടെ തുപ്പണ്ട എന്ന് എഴുതിക്കൊണ്ട് അവിടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു കാരിക്കേച്ചർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കാരിക്കേച്ചർ മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് സ്ഥാപിക്കുകയാണ്. മുദ്രാവാക്യം വിളിയോടുകൂടിയാണ് സ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഇപ്പോഴും പുരോഗമിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി PM ആർ ഷോ, പ്രസിഡന്റ് അനുഷ് ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. മറ്റ് ആരെയും തന്നെ അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും തന്നെ പോകാതെ അവർ നേതാക്കളെല്ലാം തന്നെ അതിനെ സമാധാനപരമായ പ്രതിഷേധം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ടത് ഗവർണർ എന്ന പോസ്റ്റിനെ ഡയറക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. മിസ്റ്റർ ചാൻസലർ ഗോ ബാക്ക് അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി. പക്ഷേ ഇന്നത് പൂർണ്ണമായ ഒരു പേഴ്സണൽ അറ്റാക്കിംഗ് രീതിയിലേക്ക് മാറുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ പ്രൊജക്ട് ചെയ്ത് അദ്ദേഹത്തിന് അവർ തന്നെ നൽകുന്ന ഒരു നെറേറ്റീവിനനുസരിച്ച് ഒരു ചിത്രമടക്കം വരച്ച് അതിനോട് ഉതകുന്ന ഒരു സെന്റൻസ് റോഡിൽ എഴുതി. അങ്ങനെ ഒരു പേഴ്സണൽ അറ്റാക്കിലേക്ക് കാര്യങ്ങൾ, പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്നതായി നമുക്ക് മനസ്സിലാകുന്നുണ്ടോ അവിടെയെന്ന്? നിലവിലെ കാഴ്ചകളും മുദ്രാവാക്യം വിളികളും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ചിത്രം വരച്ചുകൊണ്ട് കാരിക്കേച്ചർ തീർത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ വിളിച്ച മുദ്രാവാക്യം വിളികളും ഗവർണറുടെ പേരെടുത്തുകൊണ്ട്, ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരെടുത്തുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. എന്നാൽ ഈ വിഷയത്തിൽ വ്യക്തിപരമായ തങ്ങളുടെ ഒരു പ്രതിഷേധമില്ല. തങ്ങൾ ഈ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അതിലുപരി ഗവർണർ മുന്നോട്ട് വെച്ച ഈ ഒരു ആശയത്തോട് മാത്രമാണ് തങ്ങൾക്ക് എതിർപ്പ് എന്നാണ് സംസ്ഥാന സെക്രട്ടറി PM ആർ ഷോ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ചാൻസലർ കൂടിയായ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഇത്തരമൊരു പ്രവണത ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ പ്രതിഷേധമായി മുന്നോട്ട് വരുന്നത്. മറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള വ്യക്തിയുമായിട്ട് തങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള എതിർപ്പുമില്ല എന്ന് SFIയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുമുണ്ട്. ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുകയും പ്രതിഷേധം ശക്തമാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.